മീഡിയാസിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് അന്ന് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കാഞ്ഞത്? പേരൻപ് എന്ന ചിത്രം നാഷണൽ അവാർഡ് അർഹിച്ചിരുന്ന സിനിമ തന്നെയാണ്. ഒട്ടുമിക്ക ജനങ്ങളും, മലയാളികൾ മാത്രമല്ല തമിഴിലുള്ള ജനങ്ങളും ചിന്തിച്ചിരുന്നു അത് മമ്മൂട്ടിക്ക് തന്നെയാണ് നാഷണൽ അവാർഡ്. മമ്മൂട്ടിക്ക് മാത്രമല്ല ഒരുപക്ഷേ ആ സിനിമ അവാർഡുകൾ വാരിക്കൂട്ടുമെന്ന്. 2018 ഈ ഒരു അവാർഡിൻ്റെ മമ്മൂട്ടിക്ക് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാനില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ഇതേപോലെ ആ വീഡിയോ ഇട്ടപ്പോൾ ഒന്നേ പറയാനുള്ളൂ, വളരെ മോശമായി പോയി. വീഡിയോ ഇട്ട കാര്യമല്ല, അന്ന് അദ്ദേഹം മേജർ രവി പറഞ്ഞ കാര്യമാണ് എന്തുകൊണ്ട് സിനിമയ്ക്ക് അവാർഡ് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം. അത് കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യരുത് എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യം തന്നെ. ജൂറിയിൽ ഇരുന്നിട്ട് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ഉറപ്പിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ സിനിമയിലൂടെ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള കാരണം കേട്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയത്. എന്താണ് കാരണമെന്ന് പറയാം. പേരൻപ് എന്ന സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിരുന്നു, മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ്. സെക്കൻഡ് ഹാഫിൽ എവിടെയോ ലാഗ്, പിന്നെ മമ്മൂട്ടിയിൽ നിന്ന് ശ്രദ്ധ പോയി. ഇതാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കാത്തതിൻ്റെ കാരണമായി ആ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്ന കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയില്ല, ഓരോരുത്തരുടെയും വ്യക്തിപരമാണ്. പക്ഷേ ഇത് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണോ അവാർഡ് കൊടുക്കുക? ജൂറി അംഗങ്ങളാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ AI വെച്ചിട്ടോ അല്ലെങ്കിൽ റോബോട്ടിനെ വെച്ചിട്ടോ ഒന്നും അവാർഡ് തീരുമാനിക്കാൻ പറ്റുന്ന കാലമല്ല, പണ്ടുമല്ല ഇന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു റോബോട്ടൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ അവാർഡൊക്കെ കറക്റ്റായിട്ട് കൊടുത്തേനെ. ജൂറി മെമ്പേഴ്സ് അവരവരുടെ താല്പര്യത്തിലൂടെ കാര്യങ്ങളാണ് പോകുന്നത്. ഇത് നാഷണൽ അവാർഡാണ്, അല്ലാണ്ട് വേറെ കാര്യങ്ങളല്ല എന്നുള്ളത് അവർ പോലും ചിന്തിക്കുന്നില്ല. ഇരിക്കുന്ന പൊസിഷൻ്റെ ഒരു കാര്യമുണ്ട്, അതിന് ഉള്ള ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് ഈ അവാർഡുകൾ. ആ ഒരു അവാർഡിനെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് തോന്നിയതും അങ്ങനെ തന്നെയാണ്. ഇനിയും മമ്മൂട്ടിയോടുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തില്ല. പക്ഷേ അതിൽ അഭിനയിച്ച സാധന എന്ന പെൺകുട്ടിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല, സിനിമയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം, അതിനൊന്നും ഉത്തരമില്ല. തീർച്ചയായും നാഷണൽ അവാർഡിന് അർഹമായ അഭിനയം തന്നെയായിരുന്നു ആ കുട്ടി ചെയ്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കൊടുത്തില്ല. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു വലിയ രീതിയിൽ അവാർഡുകൾ വാരിക്കൂട്ടുന്ന സിനിമയായിരിക്കും എന്നുള്ളത്. എന്താണെങ്കിലും ഈ ഒരു പറച്ചിലിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അർഹിക്കപ്പെടുന്നതെല്ലാം തട്ടിക്കളയുന്നത് നമ്മളുടെ നാട്ടുകാർ കാരണം തന്നെയാണ്. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് ഈ ഒരു പ്രാവശ്യം അവാർഡ് കൊടുക്കാത്തതിന്, അല്ലെങ്കിൽ 2018 അവാർഡ് കൊടുക്കാത്തതിൻ്റെ മുഖ്യ കാരണവും അതുതന്നെയായിട്ടാണ് തോന്നിയത്, അല്ലാതെ പുറമേ ഉള്ള ആളുകളിൽ നിന്നല്ല. അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് അത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്.